ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയേഴ്സിന് ഇപ്പോൾ മെയ് 31 മുതൽ ഫസ്റ്റ് സെം എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വെയ്സ് വിത്ത് വേർഡ്സ് എന്നതിൽ എനിക്ക് മുമ്പ് പഠിച്ചു പോയ ചേച്ചിമാർ പങ്കുവച്ച കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പരീക്ഷയ്ക്ക് വരാവുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചോ, ഒരു കുഴപ്പമില്ല. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഓരോ വീഡിയോസിനും അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അപ്പം നമുക്ക് കിടക്കാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 1 എന്ന് പറയുന്നത് പോയട്രിയിൽ സോണറ്റ് 29 എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വാട്ട് ഈസ് ദ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദ പോയറ്റ് ഇൻ വിച്ച് ദ പോയം വാസ് റിട്ടൺ. ഈ കവിത എഴുതുമ്പോൾ കവിയുടെ മാനസികാവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The poet's mood was sad, sorrowful and desperate. The poet is at his most insecure and troubled situation. He feels alone and is weeping. പിന്നെ അതിൽ തന്നെ വരുന്നത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ദ പോയം ആസ് എ സോണറ്റ്. ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ 300 വേർഡ്സിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻ കമൻറ്റ് ഓൺ ദ തീം ഓൺ ദ പോയം. സോണറ്റ് 29 എന്ന് പറഞ്ഞ പോയത്തിൻ്റെ തീം കമൻറ്റ് ചെയ്യാൻ ആ ക്വസ്റ്റ്യനും. പിന്നെ ഡിസ്ക്രൈബ് ദ ചേഞ്ചസ് ബ്രോട്ട് ഓവർ ദ മൈൻഡ് ഓഫ് ദ സ്പീക്കർ ബൈ ദ സ്വീറ്റ് മെമ്മറീസ്. ആ ഒരു ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് നോക്കുക. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ഓഡ് ടു ഓട്ടം എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹൂ ഇസ് കോൾഡ് ദ ബോസം ഫ്രണ്ട് ഓഫ് ദ മെച്യൂരിങ് സൺ. അതിൻ്റെ ആൻസർ ഓട്ടം ഈസ് കോൾഡ് ദ ബോസം ഫ്രണ്ട് ഓഫ് ദ മെച്യൂരിങ് സൺ. വലിയ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ പറയുന്നില്ല, ക്വസ്റ്റ്യൻസ് മാത്രം പറയാം. ടെക്സ്റ്റിൽ നോക്കിയിട്ട് ആൻസർ പഠിക്കുക. ഗൈഡോ ടെക്സ്റ്റോ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പഠിക്കുക. എനിക്കും എക്സാമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി. അങ്ങനെയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. പിന്നത്തെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ വാട്ട് കൺസിസ്റ്റ് ഓഫ് മ്യൂസിക് ഓഫ് ഓട്ടം. ശരത്കാലത്തെ സംഗീതം എന്തൊക്കെയാണ്? ദ മ്യൂസിക് ഓഫ് ഓട്ടം കൺസിസ്റ്റ് ഓഫ് choir of gnats, the bleating of full-grown lambs, the singing of the hedge crickets, the whistles of redbreast, and the twittering of the swallows. പിന്നെ ഈ പാഠത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ why is it said that the summer has overbrimmed the clammy cells of bees. അപ്പം അതിൻ്റെ ആൻസർ ഡ്യൂറിങ് ദ സമ്മർ എ ലോട്ട്സ് ഓഫ് ഫ്ലവേഴ്സ് ബ്ലൂ. The bees collect the honey from these flowers and deposit it in their cells. Thus the cells become clammy and they start overflowing the honey. ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. തേർഡ് ചാപ്റ്റർ എ റോഡ് സൈഡ് സ്റ്റാൻഡ് എന്നതിൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ റീസൺസ് ഫോർ വിച്ച് എ കാർ മേ സ്റ്റോപ്സ് in front of the roadside stand according to the farmer. കർഷകൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെ കൊണ്ടാണ് റോഡരികിൽ കാറുകൾ നിർത്തുന്നത്? According to the farmer, the car may stops in front of the roadside stand to enquire the price of some items, to use the yard, to reverse the car, to ask where the road led to, or to ask if there is any petrol around. പിന്നെ അതിൽ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ സെൽഫിഷ് കാർസ് ആൻഡ് പോളിഷ്ഡ് ട്രാഫിക്സ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞതാണ് എന്നോട്. an answer in both we see transferred epithet. It is a figure of speech in which the modifier is shifted from animate to inanimate. In selfish cars, the cars are not selfish but the passengers. Similarly, in polished traffic, polished refers not to the traffic but the snobbish, sophisticated people who travel in cars typical of modernization.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ തന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹു ആർ ദ ബെനിഫിഷ്യൻറ്റ് ബീസ്റ്റ് ഓഫ് പ്രേ ആൻഡ് ഗ്രീഡി ഗുഡ് ഡുവേഴ്സ്? ആരാണ് ബെനിഫിഷ്യൻറ്റ് ബീസ്റ്റ് ഓഫ് പ്രേയും ഗ്രീഡി ഗുഡ് ഡുവേഴ്സും മുതലായവരൊക്കെ? The beneficent beasts of prey are the savagely cruel and ruthless people who pretended to be kind and charitable. The greedy good doers are those who pretend to be good but actually they are greedy. In the name of doing good, they exploit and cheat the poor villagers, real estate agents, ambitious politicians, etc. come in this category. അപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഫോർത്ത് ചാപ്റ്റർ ദ ഹൗസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫസ്റ്റ് സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഓഫ് ദ എക്സ്പ്രഷൻ കളർലെസ് ക്രാക്സ്? അലിട്രേഷൻ. പിന്നെ സെക്കൻഡ് സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എക്സെപ്ഷൻസ് ഓഫ് ഫർണിച്ചർ ദാറ്റ് സ്പീക്കർ ടോക്സ് അബൌട്ട്? The exceptions of furniture that the speaker talks about is his grandmother's grindstone and the brass figurines of her goddess. Why does the poet? ആ സെക്ഷനിൽ തന്നെ സെക്കൻഡ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത് എക്സെപ്ഷൻസ് ഓഫ് ഫർണിച്ചർ. ആ സെക്ഷനിൽ തന്നെ സെക്കൻഡ് സെക്ഷനിൽ തന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് ഇൻവോക്ക് ദ സീസൺസ് ഓഫ് സ്പ്രിംഗ് ആൻഡ് സമ്മർ? The poet invokes the seasons of spring and summer because they show the passage of time. Years are going by and spring and summer time of life is also coming to an end. ആറാമത്തെ ക്വസ്റ്റ്യൻ അതിൽ തന്നെ, ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ വേർഡ് ടോഡിൽ ഇൻ ദ പോയം. ടോഡിൽ എന്ന വാക്കിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ കവിതയിൽ ടോഡിൽ എന്ന വാക്കിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. Toddle means move with short and steady steps like a young child. The poet is now elderly person, but when he comes to his childhood home, he is reminded of his childhood days when he was a toddler. Now he walks in the rooms as he wanted to walk long ago when he was a kind remembering the past. അപ്പം ഈ ചാപ്റ്ററിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. ഹൗ ഡസ് ദ പോയറ്റ് ലുക്ക് അറ്റ് ദ പാസേജ് ഓഫ് ടൈം? കാലത്തിൻ്റെ കടന്നുപോക്കിനെ എങ്ങനെയാണ് കവി നോക്കിക്കാണുന്നത്? ആ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ ഫുള്ള് വായിക്കാൻ നിന്നാൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസർ ഫുള്ള് വായിക്കാൻ നിന്നാൽ വീഡിയോ ഭയങ്കര ലാഗാവും. അപ്പോൾ അത് ഗൈഡിലോ PDF എന്തെങ്കിലും റെഫറൻസിൽ നോക്കി പഠിക്കുക. നെക്സ്റ്റ് ഓൾഡ് ഫോക്സ് ലോഫ്. ഓൾഡ് ഫോക്സ് ലോഫിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഷേക്ക് ഓഫ് ദ ബെല്ലീസ് ഓഫ് ഓൾഡ് ഫോക്സ് കമ്പയർഡ് ടു? പ്രായമായവർ ചിരിക്കുമ്പോൾ അവരുടെ വയറിൻ്റെ അനക്കം എന്തിനോടാണ് കവി ഉപമിച്ചിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ, to the sound made by tambourines. പിന്നെ വരുന്നത് സെക്കൻഡ് സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ വെൻ ഷീ യൂസസ് ദ വേർഡ് സിംപറിങ്? When she uses the word simpering, the poet means the silly smile of the old people that contain no emotion. അതിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, what is the best and worst of remembering? The best and worst of remembering are the good things and the bad things that have happened to them. They are the happy days and the sad days that have lived. Life is a mixture of joy and sorrow, good and bad. The best and worst occur in everybody's life and one remembers them when one is old. പിന്നെ വരുന്നത് മൂന്നാമത്തെ സെക്ഷൻ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ, വാട്ട് ഇമേജസ് ഓഫ് ഏജിങ് ഡു യു സീ ഇൻ ദ പോയം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണെന്നും പറഞ്ഞു. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെന്നും പറഞ്ഞു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ആ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ 1, 2, 3 ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ സബ്ജക്റ്റ് ഓഫ് ഡെത്ത് ഡിസ്കസ്ഡ് ഇൻ കൺക്ലൂഡിങ് ലൈൻസ് ഓഫ് ദ പോയം. പിന്നെ വൈ ഡസ് ദ പോയറ്റ് കോൾ ഡെത്ത് ഡിയർ ആൻഡ് പെയിൻലെസ്? എന്തുകൊണ്ടാണ് മരണം നല്ലതും വേദനയില്ലാത്തതുമാണെന്ന് കവി പറയുന്നത്? ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ.
ഈ ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് വൺസ് അപ്പോൺ എ ടൈം. വൺസ് അപ്പോൺ എ ടൈമിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ വാട്ട് ഡു യു മീൻ ബൈ ഐസ് ബ്ലോക്ക് കോൾഡ് ഐസ്? ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഐസ് ബ്ലോക്ക് കോൾഡ് ഐസ് മീൻസ് വെൻ പീപ്പിൾ ലാഫ് they do not reveal any warmth. People are emotionless. Their eyes reflect no love in them. പിന്നെ വരുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ കമൻറ്റ് ഓൺ ദ തീം ഓഫ് ദ പോയം. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പാരഗ്രാഫ് ക്വസ്റ്റ്യനിലെ തേർഡ് ക്വസ്റ്റ്യൻ വൺസ് അപ്പോൺ എ ടൈം ഡിസ്പ്ലേസ് എ പെയിൻ ഓഫ് ഗ്രോയിങ് അപ്പ് ദ ലോസ് ഓഫ് ഇന്നോസെൻസ്. കമൻറ്റ്. പ്രായമാകുന്നതിൻ്റെ വേദനയും നിഷ്കളങ്കത നഷ്ടപ്പെടുന്നതും ആണ് ഈ കവിതയിൽ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ 7th ചാപ്റ്റർ ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ്. ദ ടൈംസ് ബോബ് ഡൈലൻ്റെ ചാപ്റ്ററാണ്. അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ദ വാട്ടേഴ്സ് അറൗണ്ട് യു ഹാവ് ഗ്രോൺ മീൻ? ദ ഡേഞ്ചർ ദ റിസ്ക് അറൗണ്ട് യു ഈസ് ഗ്രോയിങ് ഇൻ സൈസ്. നിങ്ങളെ വളഞ്ഞിരിക്കുന്ന അപകടം വലുതായിക്കൊണ്ടിരിക്കുകയെന്നാണ്. പിന്നെ ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ യുവർ ഓൾഡ് റോഡ് ഈസ് റാപ്പിഡ്ലി ഏജിങ്. നിങ്ങളുടെ പഴയ റോഡ് പെട്ടെന്ന് തന്നെ വയസ്സാകുകയാണ്. വിശദീകരിക്കുക. ദ പോയറ്റ് ഈസ് ടോക്കിംഗ് ടു ദ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. ദേ ഷുഡ് നോട്ട് ട്രൈ ടു കീപ് ദെയർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് അണ്ടർ ദെയർ കമാൻഡ്. ദ ന്യൂ ജനറേഷൻ ഈസ് ഫോളോയിങ് എ ന്യൂ റോഡ് because the old road is their parents is quickly becoming old and is aging fast. പിന്നെ 7th question what is the context of the song the times they are a changing? This song came out in 1963. It was a time when the folk music movement, hippie movement and civil rights movement were very active. Dylan wanted to give a call to all the people to stand united against all forms of injustice, poverty and discrimination. അത് കഴിഞ്ഞാൽ കമൻറ്റ് ഓൺ ബോബ് ഡൈലൻസ് യൂസ് ഓഫ് ലാംഗ്വേജ്. കവിതയുടെ ഭാഷയെപ്പറ്റി അഭിപ്രായം എഴുതുക. പിന്നെ ജനറൽ കോൺഫ്ലിക്റ്റ് ഇൻ ദ ടൈംസ് ദേ ആർ എ ചേഞ്ചിങ്. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് സെക്ഷൻ നമ്മുടെ പോയട്രിയുടെ സെക്ഷൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എന്നോട് പറഞ്ഞത് മുൻകാലങ്ങളിൽ പഠിച്ച ചേച്ചിമാർ. അപ്പോൾ എനിക്കിത് നിങ്ങളായിട്ട് എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഷെയർ ചെയ്തു. താങ്ക് യു ഫോർ ലിസണിങ് മൈ വീഡിയോ. താങ്ക് യു ഫോർ ഓൾ.